الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിനെ വളരെ കൂടുതൽ മഹത്വമുള്ളതാക്കുകയും ആ മഹത്വത്തെ നിലനിർത്തുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയും കടമയുമാക്കി നിശ്ചയിക്കുകയും ചെയ്തു. പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ വച്ചിരിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ച മഹത്വങ്ങളുടെ കൂട്ടത്തിൽ വന്നത് അനുഗ്രഹീതമായ മാസമാണ്. മാസം തന്നെ അനുഗ്രഹീതമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ വച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അനുഗ്രഹങ്ങൾ ബറക്കത്തുകൾ നേടാൻ ഉപയുക്തമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചതിൻ്റെ വിവക്ഷ. അനുഗ്രഹം, ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അവൻ്റെ ഭൗതികമായ വിഷയങ്ങളിൽ കൊടുക്കാറുണ്ട്. മനുഷ്യൻ അല്ലാഹു തആല അവൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യാറുണ്ട്, കൃഷിയിൽ ബറക്കത്ത് ചെയ്യാറുണ്ട്, തൊഴിലുകളിൽ ബറക്കത്ത് നൽകാറുണ്ട്, വീടിൽ ബറക്കത്ത് നൽകാറുണ്ട്, മനുഷ്യൻ്റെ വാഹനത്തിൽ അവന് ബറക്കത്ത് ലഭിക്കാറുണ്ട്, മനുഷ്യൻ്റെ പൊതുവായ നിലയിൽ സമ്പത്തിൽ ബറക്കത്ത് വരാറുണ്ട്. ഇങ്ങനെ പൊതുവിൽ അല്ലാഹു തആല മനുഷ്യന് ഭൗതികമായ കാര്യങ്ങളിൽ ധാരാളം ബറക്കത്തുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ പേരിലെല്ലാം ഇത് അനുഗ്രഹീതമായി തീരുകയും ചെയ്യാറുണ്ട്. ഓരോരോ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബറക്കത്ത് വ്യത്യസ്തമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തിൻ്റെ ധാരാളം സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വളരെ കുറഞ്ഞ ആഹാര സാധനങ്ങൾ മാത്രം വരാറുണ്ട്. പക്ഷേ ആഹാരം കഴിക്കുന്നതിന് ആളുകൾ കൂടുതലുണ്ടാകും. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആഹാരത്തിൽ ബർക്കത്ത് കിട്ടുന്നതിന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചില വചനങ്ങൾ ഓതുകയുമെല്ലാം ചെയ്താൽ ആ ആഹാരത്തിൽ ബർക്കത്തുണ്ടാകുന്നതായി ധാരാളം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നു, ഒരിക്കൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ തങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആൾ ഇടയിൽ എഴുന്നേറ്റ് വരികയും വീട്ടിൽ വന്ന് തൻ്റെ ഭാര്യയോട് ആഹാര സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വലിയ ക്ഷീണവും തളർച്ചയും ഞാൻ കാണുന്നു. ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കഠിനമായ വിശപ്പ് അനുഭവപ്പെടുന്നു തങ്ങൾക്ക്. അതുകൊണ്ട് തങ്ങൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ ഉണ്ടോ എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്ന് അന്വേഷിച്ചു. ഭാര്യ വീട്ടിലുണ്ടായിരുന്ന ആഹാര സാധനത്തെക്കുറിച്ച് പറഞ്ഞു. വളരെ കുറഞ്ഞ സാധനം, കുറച്ച് റൊട്ടി കഷ്ണം മാത്രം ബാക്കിയുണ്ട്, മറ്റാഹാര സാധനങ്ങളൊന്നുമില്ല എന്ന് പറയുകയുണ്ടായി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ആ റൊട്ടി വാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കൊടുത്തയക്കാൻ ശ്രമിച്ചപ്പോൾ
അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ എന്നെ വിളിച്ച് ഒരു തുണിയെടുത്ത് ഈ റൊട്ടി അതിൽ വെച്ച് പൊതിയുകയും അത് എൻ്റെ കക്ഷത്തിൽ വെച്ച് തന്നിട്ട് ഉമ്മായുടെ തട്ടം ആ റൊട്ടി പൊതിഞ്ഞ തുണിക്കഷ്ണത്തിൻ്റെ ബാക്കി ഭാഗം എന്നെയും പൊതിഞ്ഞ് ഇതാരും കാണാതെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ആരും കാണാതെ തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി ഇതെത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഇതുമായി പോയി. അവിടെ തങ്ങളുടെ മുന്നിൽ കുറച്ച് സഹാബാക്കൾ ഇരിക്കുന്നു. അവരുമായി തങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സംസാരത്തിനിടയിൽ ഈ ആഹാര സാധനം കൊണ്ടുപോയി തങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മജ്‌ലിസിന്റെ അകത്തേക്ക് കടക്കാതെ പുറത്തിങ്ങനെ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു, അനസേ, അബൂ തൽഹ ആഹാരം തന്നയച്ചിരിക്കുകയാണോ? നീ ആഹാരവുമായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ അത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുക. കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാൻ പറഞ്ഞ് വിളിക്കുകയും ആഹാരം കഴിക്കാൻ പോകാമെന്ന് എല്ലാവരോടും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ കയ്യിൽ ഒരാൾക്ക് കഴിക്കാനുള്ള ആഹാരം മാത്രം വീട്ടിലുണ്ടായിരുന്നത് തന്നയച്ചതാണ്. അത് കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. വിവരം അറിയാതെ വീട്ടിലെത്തിയാൽ അവർ വിഷമിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാനാ സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വരുന്നതിന് മുമ്പേ തന്നെ ഓടി വീട്ടിലെത്തി. ഞാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും എൻ്റെ പുറകിൽ വരുന്നു, ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് സഹാബാക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് തങ്ങൾ വന്നിരിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അസ്വസ്ഥനായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ ഞാൻ ഭാര്യയോട് ചെന്ന് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി വീടിന് വെളിയിലേക്ക് പോയി. തങ്ങളെ സ്വീകരിച്ച് ഞാൻ കൊണ്ടുവന്നു വീട്ടിലിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആഹാരം പാത്രത്തിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് ആ റൊട്ടി കഷ്ണങ്ങളാക്കി അതിനെ പിച്ചി കീറി പാത്രത്തിൽ ഇടുകയും, വീട്ടിൽ കറിയൊന്നുമില്ലായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നെയ്യ് വെക്കുന്ന ഒരു പാത്രമുണ്ടായിരുന്നു. അതിൽ നെയ്യ് തീർന്നിരുന്നു. തോൽപാത്രമായതുകൊണ്ട് ആ പാത്രം എടുത്തുകൊണ്ടുവന്ന് അതിനെ നല്ലപോലെ പിഴിഞ്ഞ് അതിൽ നിന്നും ഒരല്പം നെയ്യ് കിട്ടി. അത് ഈ റൊട്ടിയുടെ പുറത്തൊഴിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് തങ്ങൾ കൂടെ വന്ന സഹാബാക്കളെ 10 പേരെ വീതം കയറി വരാം. അങ്ങനെ 10 പേർ സഹാബാക്കൾ വന്നു. അവർ ഈ ആഹാരം കഴിച്ച് അവർ മതിയാകുവോളം കഴിച്ച് പുറത്തേക്ക് പോയി. അടുത്ത 10 പേരെ വിളിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ വന്ന മുഴുവൻ സഹാബാക്കൾക്കും ആഹാരം നൽകുകയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വീട്ടിലുള്ളവരും കഴിക്കുകയും ചെയ്തതിന് ശേഷം ആഹാരം ബാക്കിയാവുകയും അത് എടുത്തു വെച്ചുകൊള്ളാൻ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്തോളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു. ഹദീസിൽ വരുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ അതിനെ നിവേദനം ചെയ്യുന്ന ആള് ചോദിച്ചു, എത്ര ആളുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഏകദേശം 80ഓളം പേരുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം. ഇനി അതിൽ കൂടുതൽ ആളുണ്ടായിരുന്നെങ്കിലും അവർക്ക് മതിയാകുമായിരുന്നു ആഹാരം. ചുരുക്കത്തിൽ ആഹാരത്തിൽ ബർക്കത്ത് ചെയ്യുക എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇത്ര വ്യക്തമായ നിലയിൽ തെളിഞ്ഞിരുന്ന കാര്യമാണ്.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മാത്രമുള്ളതല്ല, എല്ലാ കാലത്തുമുണ്ട്. ഇന്നും നമുക്കെല്ലാം പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. യാദൃശ്ചികമായി വീട്ടിൽ വല്ല അതിഥികളും വന്നെത്തി, വീട്ടിൽ ആഹാരം അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ മതിയാകുമെന്ന് നമുക്ക് തോന്നുന്ന ആഹാരമില്ല. ആഹാരത്തിൻ്റെ സമയവുമാണ്, അവർക്ക് വേഗം കൊടുക്കണം. 5 പേര് വന്നു, 3 പേർക്കുള്ള ആഹാരമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ ആ സന്ദർഭത്തിൽ അവർക്ക് ആഹാരം കൊടുക്കണമല്ലോ എന്നുള്ള ആ നല്ല ഉദ്ദേശത്തിൻ്റെ ചിന്തയുടെയും നമ്മളുടെ മനസ്സിൽ ഇവർക്ക് കൊടുക്കാൻ തികയാതെ വരുമല്ലോ എന്നുള്ള വിഷമത്തിൻ്റെയും എല്ലാം പേരിൽ ഉള്ള ആഹാരം എല്ലാം എടുത്ത് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ അവരെല്ലാവരും കഴിച്ചാലും ആഹാരം ബാക്കിയാവുന്നത് നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ബർക്കത്താണ്. നമുക്കും അനുഭവപ്പെടും അങ്ങനെ. കാരണം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആഹാരത്തിൻ്റെ അളവല്ല കണക്കാക്കുന്നത്, നമ്മളുടെ മനസ്സിലുള്ള ചിന്തയും നമ്മളുടെ നിഷ്കളങ്കമായ നിയ്യത്തും അതിയായ ആഗ്രഹവുമാണ്. അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് എപ്പോഴും പ്രാധാന്യമുള്ള കാര്യമാണ്. അതിഥികൾ വീടുകളിലേക്ക് വരുന്നത് ബർക്കത്തുമായിട്ടാണ്. അതിഥികൾ വരുന്ന വീടുകളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുണ്ടാകും. ആ വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വന്നു ചേരും. അതിഥികളെ സ്വീകരിക്കൽ ബാധ്യതയാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ സ്വീകരിക്കട്ടെ, അതിഥിയെ സൽക്കരിക്കട്ടെ. എത്ര ദിവസമാണ് അതിഥിയെ സ്വീകരിക്കേണ്ടത്, സൽക്കരിക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞു, 1 ദിവസം. അതവൻ്റെ അവകാശമാണ്. ഒരു അതിഥി വീട്ടിൽ വന്നാൽ ആ അതിഥിയെ 1 ദിവസം സൽക്കരിക്കുക എന്നുള്ളത് അതിഥിയുടെ അവകാശമാണ്. അത് നമ്മൾ നിർബന്ധമായും അവർക്ക് കൊടുക്കേണ്ടതാണ്. 1 ദിവസത്തെ ആഹാരം ദീനിൽ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത് അത് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ ആഹാരം കൊടുക്കണമെന്ന്. നമുക്ക് മാർഗമൊന്നുമില്ല, നമ്മളുടെ കൈവശം ഒന്നുമില്ലാതെയായി അവർക്ക് ആഹാരം നൽകാനുള്ള മറ്റൊരു മാർഗവും നമ്മൾ ഇല്ല. എന്നാൽ അവരോട് ഒഴിവ് പറഞ്ഞ് ഇല്ല എന്ന് പറയുന്നത് പറയാം വേണമെങ്കിൽ, പക്ഷെ ഒരു മാന്യത അതല്ല, അതാരെയും അനുവദിക്കുകയില്ല. അതുകൊണ്ട് ദീനിൻ്റെ നിയമം, ദീനിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിഥികൾക്ക് ആഹാരം നൽകണം, അവരെ സ്വീകരിക്കണമെന്ന്. അതിഥികൾ വീടുകളിലേക്ക് വരുമ്പോൾ പ്രയാസമുണ്ടാവുക, വിഷമമുണ്ടാവുക, എന്താണ് ഈ സമയത്ത് വന്നത്, ഈ സമയത്ത് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള തോന്നലുകൾ പലപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സിൽ വരാറുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഈമാനിൻ്റെ കുറവിനെയാണ് അറിയിക്കുന്നത്. കാരണം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം. അപ്പം അതിന് നമുക്ക് പ്രയാസം തോന്നുന്നത് നമ്മളുടെ ഈമാനിൻ്റെ കുറവിനെ അറിയിക്കുന്ന കാര്യമായി. അതുകൊണ്ട് അതിഥികളെ സൽക്കരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. 1 ദിവസം അവർ നിന്നാൽ അവർക്ക് ആഹാരം നൽകുകയും അതിനുവേണ്ടി അവരെ സൽക്കരിക്കാൻ വേണ്ടി നമ്മളൽപ്പം ബുദ്ധിമുട്ടിയാലും അത് നിർവഹിക്കുകയും വേണം. 1 ദിവസത്തേത് അവർക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്. എന്നാൽ 3 ദിവസം വരെ അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. 3 ദിവസം വരെ സൽക്കരിക്കുമ്പോഴും അവർക്ക് നല്ല നിലയിലുള്ള ആഹാരം കൊടുക്കലാണ് ആവശ്യമായ കാര്യം. അതിന് ശേഷവും അതിഥികൾ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധാരണ ആഹാരം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ അവരോട് ഒഴിവ് പറയുക. ഇതിനും ഇസ്ലാം അനുവദിക്കുന്നു. ചുരുക്കത്തിൽ ബറക്കത്ത് എന്ന് പറയുന്നത് ബാഹ്യമായ നിലയിൽ പലപ്പോഴും അനുഭവപ്പെടുന്ന കാര്യമാണ്. അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്ന ബറക്കത്ത് ഇങ്ങനെ എല്ലാ വസ്തുക്കളിലും ഉണ്ടാകും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.